يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. സൂറത്തുൽ ബഖറയിലെ 47-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി യാ ബനീ ഇസ്രാഈല, ഈ രണ്ട് പദങ്ങളിലുമുള്ള ദീർഘം 4 5 ഖദർ നീട്ടേണ്ടതാണ്. ഒന്നാമത്തെ ദീർഘത്തിനാണ് അൽ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയുക. അതായത് 2 വാക്കുകളിലായി ഈ ദീർഘം വന്നതുകൊണ്ട്. ഇസ്രാഈല എന്ന പദത്തിൽ ഒറ്റ വാക്കിൽ തന്നെ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ് ഒറ്റ വാക്കിൽ വന്നതുകൊണ്ട് തന്നെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക. നിഅമതിയല്ലതീ അൻഅംതു, അവിടെയും ദൈർഘ്യമുണ്ട്. അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4 5 ഖദർ നീട്ടേണ്ടതാണ്. വഅന്നി, നൂന്റെ മേലെ ശദ്ദ് വന്നു, 2 ഖദർ മണിക്കേണ്ടതാണ്. ഫദ്ദൽതുകും അലൽ ആലമീൻ, സുക്കൂനുള്ള മീമിന് ശേഷം ഐന് വന്നു. അൽ ഇദ്ഹാറു ശഫവി ആണ് അവിടെ നിയമം. സുക്കൂനുള്ള മീമിന്റെ ശബ്ദം വ്യക്തമാക്കി മണിക്കാതെയാണ് ഓതേണ്ടത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. യാ ബനീ ഇസ്രാഈല اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 47-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യാ ബനീ ഇസ്രാഈല ഉദ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ യാ ബനീ ഇസ്രാഈൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇദ്കുറു ഓർക്കുവിൻ, നിഅമതി എന്റെ അനുഗ്രഹം, അല്ലതി അൻഅംതു ഞാൻ അനുഗ്രഹം ചെയ്തതായ, അലൈക്കും നിങ്ങൾക്ക്, വഅന്നി ഫളൽതുകും ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നും, അലൽ ആലമീൻ ലോകരേക്കാൾ. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം ഇസ്രായേൽ സന്തതികളെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റു ലോകരേക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 40-ാമത്തെ ആയത്തിൽ ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ കാര്യം, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ആ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിശദമായി പഠിച്ച ഒരു വിഷയമാണ്. ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയ ആ അനുഗ്രഹങ്ങളെ ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ സത്യവിശ്വാസത്തിലേക്കും സന്മാർഗത്തിലേക്കും ക്ഷണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. ഫിറഔനിന്റെ ഭരണത്തിന് കീഴിൽ മർദ്ദിതരായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ സന്തതികളെ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ രക്ഷിച്ചതിന് ശേഷം ഫലസ്തീനിലേക്ക് അവരെ രക്ഷപ്പെടുത്തുകയും പിന്നീട് ഇസ്രായേലിയർ ഒരു മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് ഒരു വലിയ സമുദായമായി തീർന്നപ്പോൾ അക്കാലത്തുള്ള മറ്റു സമുദായങ്ങളെക്കാൾ പല നിലക്കുള്ള ശ്രേഷ്ഠതയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. അവരിലേക്ക് ഒരുപാട് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് ധാരാളം രാജാക്കന്മാർ പിറവിയെടുത്തിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ മതപരമായും ഭരണപരമായും വലിയ ഒരു ഉയർച്ച മറ്റു ദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും അവരെ നാം ലോകരേക്കാൾ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുക്കുകയുണ്ടായി എന്നാണ് സൂറത്തുൽ സുഖാനിലെ 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പൂർവ്വകാല വേദഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനം അറിയിക്കുന്ന തൗറാത്ത്
ഈ തൗറാത്തിന്റെ അനുയായികളാകാൻ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് അത് ഇസ്രായേൽ സമുദായത്തിനാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, അങ്ങനെ മതരംഗത്തും ഭൗതിക രംഗത്തുമൊക്കെയുള്ള ഒരു നേതൃത്വവും പ്രതാപവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് നൽകി അവരെ അനുഗ്രഹിച്ചു എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമെ തന്നെ ഇസ്രായേൽ സന്തതികളെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 20-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വൈദ ഖാല മൂസാ ലിഖൗമിഹി, മൂസാ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ഖൗമിദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, എന്റെ ജനങ്ങളെ അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കണം. ഇത് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചു. വജഅലകും മുലൂക, നിങ്ങളെ അവൻ രാജാക്കന്മാരാക്കുകയുണ്ടായി. വആതാകും മാ ലം യൂതി അഹദം മിനൽ ആലമീൻ, മനുഷ്യരിൽ നിന്ന് മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പലതും നിങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിലെ 20-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഇക്കാര്യങ്ങളെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് ഇസ്രായേൽ സന്തതികളെ അല്ലാഹു നൽകിയ അനുഗ്രഹം, ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഈ 47-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. വ അന്നി ഫളൽതുകും അലൽ ആലമീൻ, മറ്റു ലോകരേക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കണം. ഇവിടെ മറ്റു ലോകരേക്കാൾ നിങ്ങൾ അല്ലാഹു ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കാലത്തുമുള്ള സമുദായങ്ങളെക്കാളും അവരെ ശ്രേഷ്ഠരാക്കിയെന്നോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിനേക്കാൾ ഇസ്രായേൽ സമുദായത്തെ അല്ലാഹു ശ്രേഷ്ഠമാക്കിയെന്നോ അർത്ഥമില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഉമ്മത്തിനെ കുറിച്ച് സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്, പിന്നീട് അടുത്ത തലമുറയും പിന്നീട് അതിനടുത്തവരുമെന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സമുദായം അത് ഇസ്രായേൽ സമുദായമാണ് ഈ കാലഘട്ടത്തിൽ എന്നത് ഈ ആയത്ത് അർത്ഥമാക്കുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 47-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.